ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സമർപ്പണ. ഇത് എൻ്റെ ചിറ്റയുടെ വീടാണ്, അതായത് അമ്മയുടെ അനിയത്തിയുടെ വീട്. കോതമംഗലത്ത് നിന്ന് കുറച്ചിങ്ങ് പോരണം. ഭൂതത്താങ്കെട്ട് എന്ന് പറയും. ഡാമൊക്കെയുള്ളൊരു പ്രദേശമാണ്. നല്ല രസമാണ്. ഈ വഴിയുടെ ഇരുവശങ്ങളിലും ചിറ്റയും പപ്പയൊക്കെ ചേർന്ന് വച്ച് പിടിപ്പിച്ച മരങ്ങളാണിത്. ഞാനും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഒരിടയ്ക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൗതുകമുള്ളൊരു കാര്യമാണ് ഈ ഒരു കൊട്ടക്കിണർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്ന് കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ അനിയൻകുട്ടൻ അക്വേറിയത്തിൽ കയറിയിരിക്കുകയാണ്. അവൻ്റെ ബുക്കിൽ ഗോൾഡ് ഫിഷ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതിനെ കാണാൻ കയറി. എത്ര സമയം അവിടെ ഇരുന്നു എന്ന് അവൻ തന്നെ അറിയില്ല. ഇതെൻ്റെ നാത്തൂനും അനിയനുമാണ്. ഞാനിങ്ങനെ ചിറ്റയുടെ വരാന്ത വീഡിയോ എടുക്കുക എന്നുള്ള പ്രധാന പരിപാടിയാണ്. ഓരോരുത്തരായിട്ട് അക്വേറിയത്തിൽ സ്ഥാനം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ കയറി. നമുക്കകത്ത് പോയി ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ലിവിങ് റൂമിൽ ലൈറ്റ് ഓഫായി കിടക്കുവാണ്. ഞാൻ ലൈറ്റ് ഒന്ന് ഇട്ടിട്ട് നമുക്ക് കിച്ചണിലൊന്ന് പോയി നോക്കാം അവിടെ എന്താ പരിപാടി എന്നുള്ളത്. നല്ല രസമാണ് ചിറ്റയുടെ ലിവിങ് റൂം. ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാനും എൻ്റെ അമ്മയും ആദ്യക്കുട്ടനെല്ലാം ചിറ്റയുടെയും അമ്മയുടെയൊക്കെ വീട്ടിൽ പോകുന്നത്. ഇതെൻ്റെ അനിയൻകുട്ടൻ വീണ്ടും കബോർഡുകളൊക്കെ തുറന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പരതുകയാണ്. അടുക്കളയിലെ ഒന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കളിക്കണം. അപ്പോഴാണ് ഇവിടെ ഒരു സംഭവം നടന്നത്. വേറൊന്നുമല്ല, അക്വേറിയത്തിൽ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ അത് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇതിലാണ്. ചിറ്റ ആണ് ആ തോർത്തൊക്കെ ഇട്ട് നിന്ന് അക്വേറിയത്തിൻ്റെ അവിടെ നിൽക്കുന്ന ചിറ്റയാണ്. അപ്പോൾ എൻ്റെ നാത്തൂൻ പറഞ്ഞു അവൾ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവളാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ ഒന്ന് കാണുമല്ലോ. ഇതമ്മ, അനിയൻ. അങ്ങനെ ഞങ്ങളുടെ ഫിൽറ്റർ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വേണം ഞങ്ങൾക്കിനി അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് എടുത്ത് കഴിക്കാനായിട്ട്. എന്തായാലും എൻ്റെ അനിയൻകുട്ടൻ്റെ അക്വേറിയം ഓക്കെയായി. അനിയൻകുട്ടൻ ഒരു കുഞ്ഞ് ആനയൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വന്നേക്കുവാണ്. മാമനും മോനും കൂടെ കൂടി ഫോട്ടോ എടുക്കാനുള്ളതിലാണ്. അവൻ എന്ത് ചെയ്താൽ ഇരുന്ന് കൊടുക്കുന്നില്ല ഫോട്ടോ എടുക്കാനായിട്ട്. എനിക്കാണെങ്കിൽ അത്യാവശ്യം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കള വരെ ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ നല്ല ബീഫ് കറിയും ചക്കയൊക്കെ ചിറ്റ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി അത് കഴിക്കുക, ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിറ്റ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ്. പാത്രമൊക്കെ കഴുകിയിട്ട് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. കുട്ടൻ ആദ്യമായിട്ട് റെഫ്രിജറേറ്റർ കാണുന്നു. ഇനി കഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അടിപൊളി ചക്കയും ബീഫും ഒക്കെ കഴിച്ച് ചേട്ടൻകുട്ടനും അനിയൻകുട്ടനും ചിറ്റയുടെ ബെഡ്റൂം കുളമാക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് ഈ കാണുന്നത്. അനിയൻകുട്ടൻ എടുത്ത സാധനം തന്നെ ചേട്ടൻകുട്ടന് വേണം. അങ്ങനെ ഉന്തും തള്ളും അടിയൊക്കെയായി. ഇനി ഞങ്ങളുടെ ഇവിടുത്തെ തിമിർപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ്. പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബായ്.